ശാസ്ത്രമംഗലത്തുള്ള KPCC ആസ്ഥാനത്തിന് മുന്നിലേക്ക് ഉള്ളിലേക്ക് നേതാക്കൾ എല്ലാവരും എത്തുകയാണ്. KC വേണുഗോപാൽ അല്പസമയത്തിനകം എത്തും. പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിനകം എത്തും. രമേശ് ചെന്നിത്തല തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വിജയിച്ചാൽ UDF മുന്നേറ്റമാണ്. 3835 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. ആലിംഗനം ചെയ്യുന്നു. ആ ഫ്രെയിം ഒന്ന് എടുത്തു വെക്കണം. ഈ ഫ്രെയിം ഒന്ന് എടുത്തു വെക്കണം. കാണുന്നത് സണ്ണി ജോസഫ്, KC വേണുഗോപാൽ, ഒപ്പം തന്നെ എല്ലാവരും പരസ്പരം അഭിനന്ദിക്കുന്ന കാഴ്ചയാണത്. ശശി തരൂരിനെ കാണാം. വലിയ വിജയാഘോഷമാണ്. പ്രതിപക്ഷ നേതാവ് അവസാനമായി അദ്ദേഹമാണ് എത്തുന്നത് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന്. അല്പം മുമ്പ് മുദ്രാവാക്യങ്ങളോടെ അദ്ദേഹം ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി പ്രതിപക്ഷ നേതാവിന് കരഘോഷത്തോടെ പ്രവർത്തകർ കാത്തിരിക്കുന്നു. പിണറായി വിജയൻ 5000 വോട്ടിന് പിന്നിലെന്ന അടുത്ത വിവരം കൂടി പുറത്തു വരികയാണ്. ഒരൊറ്റ റൗണ്ടിൽ പോലും പിണറായി വിജയൻ 5 റൗണ്ട് പിന്നിലാണ്. 1090 വോട്ടിന്റെ ലീഡാണ് UDFന് ധർമ്മടത്തുള്ളത്. അതെ, അബ്ദുൾ റഷീദിന് 5ാം റൗണ്ടിലും മുന്നേറ്റം എന്നുള്ളതാണ്. 5ാം റൗണ്ടിലും മുന്നേറ്റം. ഇതുവരെ എണ്ണിയ എല്ലാ റൗണ്ടിലും പിണറായി വിജയൻ പുറകിലാണ്. ഏതായാലും ഇപ്പോൾ VD സതീശനെ പ്രതിപക്ഷ നേതാവിനെ തോളിലേറ്റി ഇപ്പോൾ രമേശ് ചെന്നിത്തല, പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ അവിടെയുണ്ട്. സണ്ണി ജോസഫ്, കാണാം. പ്രതിപക്ഷ നേതാവും അവിടേക്ക് എത്തുകയാണ്. അടൂർ പ്രകാശ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷമാണ് KPCC ആഹ്ലാദമാണ് കാണുന്നത്. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിലേക്ക് എത്തുമ്പോൾ UDFനാകട്ടെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ 101 ചേരുന്ന ആ കാഴ്ചയിൽ 101 എന്ന ലീഡിലേക്ക് ചുരുങ്ങുന്നു. പൂഞ്ഞാറിലും ഇപ്പോൾ UDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 12-ൽ 12 ലീഡ് നഷ്ടപ്പെട്ടാണ് കേരള കോൺഗ്രസ് മാണി. അതായത് മത്സരിച്ച മുഴുവൻ സീറ്റിലും കേരള കോൺഗ്രസ് പുറകില്ല. 109 വോട്ട് മാത്രമാണ് VK സനോജിനുള്ളത്. ഭൂരിപക്ഷം ലീഡായി. മഞ്ചേശ്വരത്ത് 8000 വോട്ടിന് ലീഡ് പിടിച്ചിരിക്കുന്നു മഞ്ചേശ്വരത്തിന്. KS സുരേന്ദ്രന് ഒരു സാധ്യതയുമില്ല. VD സതീശനും അതാ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നേതാക്കൾക്കിടയിലേക്ക് എത്തിയിരിക്കുകയാണ്. BDS 2021-ൽ തുടർ ഭരണത്തിലേക്ക് LDF വീണ്ടും അധികാരത്തിലേറുമ്പോൾ തുടർ പരാജയമേറ്റ മുന്നണിയെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവായി VD സതീശനെയാണ് ഹൈക്കമാൻഡ് നിശ്ചയിച്ചത്. വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. പുതുയുഗയാത്രയിൽ പറഞ്ഞ ബദൽ രാഷ്ട്രീയം, ബദൽ നിർദ്ദേശങ്ങൾ അത് ഭരണത്തിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതുവരെ മനോഹരമായ കാഴ്ച. രമേശ് ചെന്നിത്തലയും VD സതീശനും കെട്ടിപ്പുണരുന്ന കാഴ്ച, കെട്ടിപ്പിടിച്ചുമ്മ കാഴ്ച. നേതാക്കൾ ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചാണത്. ശശി തരൂർ ആലിംഗനം ചെയ്യുന്നു. നേതാക്കൾ പരസ്പരം അഭിവാദ്യം അർപ്പിക്കുകയാണ്, പരസ്പരം അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നേതാക്കളുടെയും പരിശ്രമം അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. മുന്നണി ഒറ്റക്കെട്ടായി മനോഹരമായ ദൃശ്യം. KCയും VD സതീശനും കരയുന്നു. VD സതീശനും കരയും. അദ്ദേഹം കരയും. കാരണം പരാജയപ്പെട്ടാൽ വനവാസം എന്ന് പറഞ്ഞ ഏക നേതാവാണ്. അത്രയും ആത്മാർത്ഥത ഈ രാഷ്ട്രീയത്തോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിലയാണ് ജനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ നേതാക്കളെയും കെട്ടിപ്പിടിച്ച് കാഴ്ച കൂടിയാണ് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പുതുയുഗയാത്രയ്ക്ക് പറവൂരിൽ വന്നപ്പോഴും അദ്ദേഹം കണ്ണുനീരോടുകൂടിയാണ് സംസാരിച്ചത്. വികാരഭരിതനാകുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ വനവാസം എന്ന് പറയുകയും ചെയ്തത്. വനവാസം ഇനി വേണ്ടിവരില്ല എന്നുള്ള കാര്യമാണ്. ഇനി കസേരയിലേക്കാണ്. 101 കടന്നിരിക്കുന്നു മുന്നേറ്റം എന്നുള്ളതാണ്. 101ലേക്ക് മുന്നേറ്റം ഉയർത്തുകയാണ്. 38ലേക്ക് LDF ചുരുങ്ങുകയാണ്. ഒരിടത്ത് BJP അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കാഴ്ച. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേടുമോ? അത് 5-ൽ നിന്നും 4-ൽ നിന്നും ഒക്കെ ചുരുങ്ങി 1ലേക്ക്
താഴ്ന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. KPCC ആസ്ഥാനം വലിയ ആഘോഷമായി മാറുമ്പോൾ നോക്കൂ, CPM ആസ്ഥാനത്ത് വലിയ ആശങ്കയാണ്. തളിപ്പറമ്പിൽ ഇപ്പോഴും UDF ലീഡ് നിലനിർത്തുകയാണ്. ഇവിടെ TK ഗോവിന്ദൻ 3835 വോട്ടിന് ലീഡ് ചെയ്യുന്നു. മട്ടന്നൂരിൽ CPM-ന്റെ വോട്ടുകൾക്ക് മാത്രമാണ് VK സനോജിന് ലീഡ് മട്ടന്നൂരിൽ. പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ലീഡ് ഉണ്ട്. മുഹമ്മദ് റിയാസിന്റെ പഴയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാകില്ലെങ്കിലും 4ാം റൗണ്ടിൽ ബേപ്പൂരിൽ 6071 വോട്ടിന്റെ ലീഡ് മുഹമ്മദ് റിയാസ് കാണിക്കുന്നുണ്ട്.